നമസ്കാരം, ഞാൻ പരമേശ്വര നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിലെ കാർത്തിക മുക്കാല രോഹിണി മകീരത്തര ഇടവക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ ഇടവക്കൂറുകാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 17-ാം തീയതി വരെ സൂര്യൻ 3-ലാണ് നിൽക്കുന്നത്. 3-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത്. 3-ലും 6-ലും 10-ലും 11-ലും നിന്ന് കഴിഞ്ഞാൽ മാത്രമേ സൂര്യനെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുള്ളൂ. 3-ൽ സൂര്യൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സ്ഥാനാന്തര പ്രാപ്തി വന്നു ചേരുക. സ്ഥാനാന്തര പ്രാപ്തി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണ്. എങ്കിൽ പോലും ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഇടവക്കൂറുകാർക്ക് ഓഗസ്റ്റ് 17-ാം തീയതി വരെ തൊഴിൽപരമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അഭ്യുന്നതി വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ. അപ്പൊ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ മോചനം വന്നു ചേരുന്ന ഒരു നല്ലൊരു ഫലത്തെയാണ് 17-ാം തീയതി വരെ സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 17-ാം തീയതിക്ക് ശേഷം 4-ലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. ലൗകികങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ അത്ര നല്ല ഫലം ലഭിക്കാത്തൊരവസ്ഥ, അതേപോലെ തന്നെ പലവിധ വിഘ്നങ്ങൾ വന്നു ചേരുന്നൊരവസ്ഥ. അപ്പം നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ വന്നു ചേരുക, വിഘ്നങ്ങൾ വന്നു ചേരുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ 17-ാം തീയതിക്ക് ശേഷം ഈ തടസ്സങ്ങൾ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗണപതി ഭഗവാനെ വളരെ നല്ല രീതിയിൽ മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളൂ. 25-ാം തീയതി വരെ ചൊവ്വ ജന്മത്തിലാണ്, അതിനുശേഷം 2-ലേക്ക് വരും. ജന്മത്തിൽ നിൽക്കുമ്പോഴും 2-ൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. 25-ാം തീയതി വരെ ജന്മത്തിൽ നിൽക്കുമ്പോൾ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക ഇടവക്കൂറുകാരെ. അതേപോലെ തന്നെ കാര്യഭംഗം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം ലഭിക്കാത്തൊരു ഫലത്തെയും സൂചിപ്പിക്കും. 25-ാം തീയതിക്ക് ശേഷം 2-ലേക്ക് വരുമ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. തസ്കരാരാദി വിഘ്നാദി, അതായത് തസ്കരന്മാർ നിമിത്തം, അതായത് കള്ളന്മാർ നിമിത്തം ധനം മോഷ്ടിക്കപ്പെട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നു. അപ്പൊ ജന്മത്തിൽ നിൽക്കുമ്പോഴും 2-ൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയും സുബ്രഹ്മണ്യ സ്വാമിയും വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി വിചാരിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ, ഈ സ്തോത്രമൊക്കെ ജപിച്ചാൽ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഓഗസ്റ്റ് 22-ാം തീയതി വരെ ബുധൻ 4-ലാണ് നിൽക്കുന്നത്. അതിനുശേഷം 5-ലേക്കല്ല വരുന്നത്, വക്രഗതിയാണ്. ബുധൻ 3-ലേക്കാണ് വരുന്നത്. 22-ാം തീയതി വരെ 4-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. 3-ലേക്കാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, വക്രഗതിയാണ്. 3-ലേക്കാണ് ബുധൻ വരുന്നത്. 22-ാം തീയതിക്ക് ശേഷം വക്രഗതിയാണ്. 3-ലേക്ക് വരുമ്പോൾ അകാരണമായിട്ടുള്ള ഒരു ശത്രുഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുക്കൾ നിമിത്തം നമുക്ക് ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒക്കെ വന്നു ചേരുമോ എന്നുള്ളൊരു അകാരണമായിട്ടുള്ള ഭയം. ഈ അകാരണമായിട്ടുള്ള ഭയവും മോശഫലല്ലേ. ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ഇടവക്കൂറുകാർക്ക് കലഹം ഉണ്ടാവുക, വേണ്ടുന്ന ബുദ്ധി തോന്നാത്ത അവസ്ഥ ഉണ്ടാവുക. നമുക്കെല്ലാവർക്കും വേണ്ടുന്ന ബുദ്ധിയാ വേണ്ട സമയത്ത് തന്നെ തോന്നണം അല്ലേ. ഇപ്പൊ തോന്നേണ്ട ബുദ്ധി പിന്നെ തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ കലഹം ഉണ്ടാവുക, ബുദ്ധിമാന്ദ്യം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് അത്ര നല്ല ഫലമല്ലല്ലോ വ്യാഴത്തെ കൊണ്ട്. കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉള്ള സമാധാനം കൂടി കൊണ്ട് പോകും. അപ്പൊ ഒരു പരിധിവരെ കലഹം വന്നു ചേരുന്നത് നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. വേണ്ട ബുദ്ധി നമുക്ക് നല്ല രീതിയിൽ തന്നെ വന്നു ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ ജപിക്കുക. എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ. 25-ാം തീയതി വരെ ശുക്രൻ 4-ലാണ്. 25-ാം തീയതി വരെ ശുക്രൻ 4-ലാണ്. അതിനുശേഷം 5-ലേക്ക് വരും. 4-ൽ നിൽക്കുമ്പോഴും 5-ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 4-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഇന്ദ്രനെ പോലെയൊക്കെ ശക്തി ഉണ്ടാവുന്ന പറയാം. അപ്പൊ നമ്മളുടെ ആയുസ്സും ഓജസ്സും തേജസ്സും ഒക്കെ കൂടും. അതേപോലെ തന്നെ ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക. കലാപരമായിട്ടുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക. 5-ലേക്ക് വരുമ്പോഴും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം അനുഭവിക്കുക, സന്തോഷം വന്നു ചേരുക.
4 നിൽക്കുമ്പോഴും 5 നിൽക്കുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് ധനലാഭം ഉണ്ടാവുക. 5 വരുമ്പോൾ ഗുരുജനങ്ങളെ കാണുവാനായിട്ട് സാധിക്കുക, ഗുരുവിന്റെ അനുഗ്രഹമൊക്കെ വാങ്ങുവാനായിട്ട് സാധിക്കുക. കണ്ടകശനി സ്ഥാനമായിട്ടുള്ള 10 ശനി നിൽക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം, ഇടവക്കൂറുകാർക്ക് തന്നെ അറിയാം. കർമ്മസിദ്ധി എന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. പക്ഷെ അതിനനുസരിച്ച് ധനം വന്നു ചേരാത്തൊരവസ്ഥയാണ് പറയണത്. കിട്ടുന്നതിന്റെ അധികം പണത്തിന് ചെലവ് വന്നു ചേരുന്നൊരവസ്ഥ. ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും ഈ 10 ശനി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പോലും വളരെ അധികം മടി വന്നു ചേരുക. നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ പഠിക്കാൻ തോന്നാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ അയ്യപ്പസ്വാമിയും മഹാദേവനെയും വളരെ നല്ല രീതിയിൽ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്വരായ നമ എന്നുള്ള നാമം ജപിച്ചാൽ ഈ ശനിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും ഇടവക്കൂറുകാരുടെ ഗ്രഹപീഠ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.